ഫ്രണ്ട്സ്, എല്ലാവർക്കും മേധാസ് വർക്ക്ഷോപ്പിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ പെൻസിൽ കട്ടർ അഥവാ ഡയാന്തസ് പ്ലാന്റിനെ കുറിച്ചാണ്. അതിലേക്ക് കടക്കും മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഡയാന്തസ് പ്ലാന്റ് കെയറിങ്ങിനൊക്കെ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാന്റാണ്. പക്ഷേ ശ്രദ്ധിച്ചാൽ ഇത് 2-3 വർഷമൊക്കെ നമ്മുടെ വീട്ടിൽ നിൽക്കും. ഇതൊരു സീസണൽ പ്ലാന്റാണ്. ഇതിൽ പെൻസിൽ കട്ടർ എന്ന് പേര് വരാൻ കാരണം തന്നെ ഇതിന്റെ എതളുകളാണ്. പൂവിന്റെ എതളുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ഇതിന്റെ നനാന്ന് പറയുമ്പോൾ നമ്മൾ റോസിനൊക്കെ നനയ്ക്കുന്ന പോലെ ഒരിക്കലും നനയ്ക്കരുത്. സ്പ്രേ ചെയ്തിട്ട് അതിന്റെ ഇലകൾ വേഗം അളിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. വല്ലാതെ മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കരുത്. ഷെഡിൽ വെക്കാൻ പരമാവധി ശ്രമിക്കുക. ഡയാന്തസ് പ്ലാന്റ് ഇപ്പം നമ്മുടെ നഴ്സറികളിലൊക്കെ പല കളറിൽ കിട്ടും. ലൈറ്റ് റോസ്, വെള്ള, എല്ലാ കളറിലും കിട്ടും. ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ, ഒരു കൊലയായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ കുറേ കളർ പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് അപ്പോൾ എനിക്ക് കെയറിങ്ങിനെ കുറിച്ചൊന്നും അപ്പോൾ അറിയില്ലായിരുന്നു. അതുകൊണ്ട് അത് കരിയല്ല അളിഞ്ഞു പോയി. വെള്ളം കൂടുതലായിട്ടേ ഷെഡിലൊന്നുമല്ല വെച്ചിരുന്നത് ആദ്യം. അപ്പോൾ ഈ കൂട്ടത്തിൽ ഈ റോസ് മാത്രമേ ബാക്കിയുള്ളൂ. ഡയാന്തസ് പ്ലാന്റ് വിത്തിൻ്റെ ശേഖരണം പറഞ്ഞാൽ ഇത് നമ്മളെ പൂവ് കരിയിച്ചിട്ടാണ് വിത്തെടുക്കുക. ഇത് പൂവ് നമുക്ക് വിത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം നിർത്താം. വിത്തിനേക്കാൾ നല്ലത് തൈയാവും. വിത്ത് ചെടിയിൽ നിർത്തേണ്ട അത്ര നല്ലതല്ല. ഒരു പൂ വാടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വെട്ടിക്കളയേണ്ടതാണ് നല്ലത്. പ്രൂൺ ചെയ്യുക. എന്നാൽ മാത്രമേ നന്നായി മുട്ടിടുള്ളൂ നമ്മുടെ ചെടി. അല്ലെങ്കിൽ അത് കേടൊന്ന് പോകാനും ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, ഇത് നിറയെ തൈ ഇതേപോലെ വരും. അപ്പം ജസ്റ്റ് ഇതുപോലെ ചട്ടിയിലേക്ക് ഒന്ന് പറിച്ചു വെച്ചാൽ മാത്രം മതി. ഇത് കണ്ടില്ലേ, ഇത് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ച പറിച്ചു വെച്ചതാണ്. ഇതിൽ നിറയെ തൂമ്പൊക്കെ വന്നിട്ടുണ്ട്, കാണാൻ കഴിയും. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും കാണാറൊക്കെ ഇല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുത്തേ. ഇതേപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. ബൈ ബൈ.